ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് നെജു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കിടിലൻ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു പായസം പാലടയ്ക്ക് പകരക്കാരനായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയുള്ള നല്ല സിമ്പിൾ പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് ഈ ഒരു വെറൈറ്റി പായസവും തയ്യാറാക്കി നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇന്ന് നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ. അപ്പോൾ ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മക്രോണിയാണ്, അതായത് നമ്മുടെ പാസ്ത. ഈ പാസ്ത യൂസ് ആയിക്കൊണ്ടാണ് ഇന്നത്തെ വെറൈറ്റി പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന ആ ഒരു കല്ലിട്ട് ജസ്റ്റ് കുത്തിയെടുത്താലും മതിയാവും. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട, ചെറിയ ക്രിസ്റ്റലായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് ഇതാ ഒരു കുക്കർ എടുക്കുക, അതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പാസ്ത ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊരു 250 ml മെഷർമെൻറ്റ് കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് മക്രോണിയിലേക്ക് 3 കപ്പ് വെള്ളം എന്ന രീതിക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ കുക്കറിൽ ഒരു 2 വിസിലിൽ വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഓരോ കുക്കറിൻ്റെ വിസിലിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ വേവ്. പിന്നെ അധികം ഒന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മക്രോണി അവിടെ കിടന്ന് വേവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് 2 ടീസ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പഞ്ചസാര ജസ്റ്റ് ഒന്ന് കാരമലൈസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അധികം ബ്രൗൺ കളറിൽ കാരമലൈസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആക്കുന്ന വരെ കാരമലൈസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നല്ല ഡാർക്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കാരമലൈസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കാരമലൈസിങ് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 പേർക്കുള്ള പായസമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെ 750 ml പാലാണ് എടുത്തിട്ടുള്ളത്. അതായത് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 3 കപ്പ് പാൽ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് 250 ml ആണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ പഞ്ചസാര ക്രിസ്റ്റൽ രൂപത്തിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് കണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ഇത് ഈ ഒരു പാലിൽ കിടന്നിട്ട് നന്നായിട്ട് മെൽറ്റായി വരും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് കാരമലൈസ് ചെയ്ത് കളർ മാറ്റുന്നില്ല, ജസ്റ്റ് ഒന്ന് കളർ മാറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ പാല് ചൂടാവുന്ന സമയം കൊണ്ട് ഈ കാരമലൈസിങ് പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വരും. അതിനുശേഷമാണ് ബാക്കിയുള്ള 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കാരമലൈസിങ് ചെയ്യാതെയും ഈ ഒരു പായസം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നല്ല വൈറ്റ് കളറിൽ നിന്ന് കുറച്ചൊന്ന് ചേഞ്ച് ആവാനായിട്ടാണ് ഇതുപോലെ കാരമലൈസ് ചെയ്യുന്നത്. പിന്നെ കാരമലൈസിങ്ങിൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യസ്തമാണ്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത്. അങ്ങനെ 3 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്ത ശേഷം അതൊന്ന് തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മക്രോണി ഇതാ കുക്കായി വന്നിട്ടുണ്ട്. അധികം കുക്കായിട്ടില്ല, ജസ്റ്റ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരിച്ച് മാറ്റി വെക്കണം, അതായത് വെള്ളത്തിൽ നിന്ന് ഊറ്റി വെക്കണം. ഇതിൽ ഈ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് എടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പാല് 1/3 ഭാഗം വറ്റിയിട്ടുണ്ട്, അതായത് 500 ml ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായുടെ സീഡ് മാത്രം ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതാ പാല് ഒരു 1/4 ഭാഗം വറ്റിയ സമയത്ത് അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മക്രോണിയൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാരയും അതുപോലെ ഏലക്കായൊക്കെ നമുക്ക് ഈ പാലിലൊന്ന് നന്നായിട്ട് മെൽറ്റ് ആവട്ടെ. പിന്നെ ഏലക്കായ നമുക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാവുന്നവർക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പഞ്ചസാരയ്ക്ക് നന്നായിട്ട് മെൽറ്റായ ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഈ പാലിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സായി കിട്ടണം. അപ്പോൾ നമ്മുടെ മക്രോണിയും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. മക്രോണി വേവിക്കുന്ന സമയത്തൊന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ഈ മക്രോണി ഇട്ട ശേഷം കുറച്ചും കൂടെ പായസം വറ്റിച്ചെടുക്കണം. ആ ഒരു സമയത്താണ് ഈ ഒരു പായസത്തിന് നല്ല ടേസ്റ്റ് വരുന്നത്. പിന്നെ ഇതാ പാലട പായസത്തിൻ്റെ അതേ ഒരു ടേസ്റ്റിൽ, അതേ ഒരു സ്ട്രക്ചറിൽ നല്ല അടിപൊളിയായിട്ടുള്ള പായസമാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ അല്പം കാഷ്യൂ നട്ട്സും മുന്തിരിയും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു നെയ്യിൽ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം മീഡിയത്തിലിട്ടിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഓൾറെഡി പായസം റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ്സിലേക്ക് സെർവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഓണത്തിന് ഈ ഒരു പായസം തന്നെ ആയിക്കോട്ടെ. പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ മക്രോണിയുടെ മറ്റ് കുറച്ച് റെസിപ്പീസും കൂടെ ഇട്ടിട്ടുണ്ട്. മക്രോണി കേക്ക്, അതുപോലെ തന്നെ വെറൈറ്റി ചിക്കൻ മക്രോണി, പിന്നെ ചെമ്മീൻ മക്രോണിയുടെ റെസിപ്പിയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻസിൽ ലിങ്ക് കൊടുക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.